അല്ല അങ്ങനെ അല്ല തగ్గല്ല അവള് തിരിഞ്ഞപ്പോ മുളക്കില്ലല്ലോ പാവാണ് ഇങ്ങനെ നിന്നോട്ടെ. തോമസ് കോട്ടയം പറയും ആ കുട്ടികൾ വയനാട്ടിൽ നിന്ന് കാണാൻ പോകും 2:30. ഉമ്മയും പെങ്ങന്മാരൊക്കെ ഹൈലൈറ്റ് മാള് വൈകിട്ട് 7 മണിക്ക് പോയി കാണും. എന്നിട്ട് നിങ്ങളെല്ലാം കൂടി അങ്ങോട്ട് സഹായിച്ച് തന്നാല് നാട്ടുകാർ ഇതൊക്കെ ഒന്ന് കണ്ടാല് പിന്നെ വേറെ പണിക്കൊന്നും പോവാതെ വലിയ തെറ്റില്ലാതെ മേക്കപ്പൊക്കെ ചെയ്ത് കുളിച്ച് മാറ്റി ഇങ്ങനെ നടക്കാം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും കൂടി സഹായിച്ചു തന്നാല് ബുദ്ധിമുട്ട് നടത്തി തരിക. എന്നാൽ പിന്നെ അങ്ങനെ അഭിനയിച്ച് ജീവിക്കാം. അതന്നെ വെറുതെ ഒരു സാധനത്തിന് എല്ലാവരും പറയും. ഇത് കല്ലട ബാറിന്റെ ഹോട്ടലിന്റെ ഒക്കെ ഓണർ സജീവൻ നായമരങ്ങള് ആ കല്ലടന്റെ മോളാണ്. പാവാണ്. ഇങ്ങനെ കാണുന്ന കാര്യമൊന്നുമല്ല. ഇങ്ങനൊന്നല്ല സംസാരമൊക്കെ സാധാരണമായിട്ട് സെറ്റ് ആക്കൂ സംസാരം. ഇതുവരെ ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു. നല്ല ഡാൻസറാണ് ഓള്. സർക്കാർ പരിപാടിയിലെ പ്രോഗ്രാമിലൊക്കെ ഡാൻസ് ചെയ്ത നല്ല ഡാൻസർ. എങ്ങനെ സിനിമയിലെങ്ങനെ എത്തിപ്പെട്ടത്? ഗൗതം വിളിച്ചതാണോ? അല്ല, ഹരിനാരായണൻ സാറ് ഗൗതമിനൊന്നും പരിചയമില്ല. യാതൊന്നും അല്ലാന്ന് പറയാന്ന് പറയണ്ട. അച്ഛനും മോനെന്ന് കൂടെ പറഞ്ഞു. ഇവിടെ കാര്യം മാത്രമേ പറയാം. പേര് വായിക്കാനാ റെസ്പോൺസ് കണ്ടവർക്കൊക്കെ ഇഷ്ടമായി. അടിപൊളി ക്യാരക്ടേഴ്സാണ് എല്ലാവരും. ക്യാരക്ടേഴ്സിന് എന്തായാലും നമുക്ക് മുഖത്ത് നിൽക്കും. കാരണം ഓരോരോ ക്യാരക്ടേഴ്സ് അവരുടെ ഓരോരോ സീക്വൻസ് അടിപൊളിയുണ്ട്. എല്ലാവരും മാക്സിമം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങോട്ട് പറയാം. അല്ല, അവരിനി കാണണം. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടെ പറയാനുള്ള എല്ലാവരും പോയി കാണണം. നല്ല സിനിമയാണ്. എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നായികയായിട്ട് ആദ്യ സിനിമയാണ്. തമ്മിൽ ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. നായകൻ എങ്ങനെയുണ്ട്? നായകൻ ഇവിടെയല്ലേ? എല്ലാവരും നല്ലതാണ്. ഞാനിനെന്താ പറയണ്ടേ? അമ്മിനെ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയൂ. കാണുക അത്രേ ഉള്ളൂ. ഒരു നഷ്ടമില്ല. ടിക്കറ്റ് മൊത്തം നസ്രി എടുത്ത് കൊടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അടുത്ത് ഒരു നഷ്ടമില്ല. എല്ലാരും സിനിമ കാണാം. എന്നിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ കുറെ ആളുകൾ ഇതുകൊണ്ട് ജീവിക്കും. ഞാനാ മെയിനായിട്ട് ഇതിന് ശേഷം ബേജാറിയിക്കണ്. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എല്ലാരും കൂടെ ആക്കി തരണം. ചോദ്യമൊക്കെ നീലക്കൂലി അതൊന്നും പറയില്ല. ഗിഫ്റ്റല്ല പൈസ കൊടുത്താ ഞാൻ പൈസ ഒന്നും പറയാൻ മോശം. പുതിയ വിശേഷം. പുതിയ സിനിമ ഖലീഫ ഓപ്പറമ്മ 4 കഴിഞ്ഞ് വരാണ്ട് വിളിച്ചോണ്ട് ഇതെന്നെ പണി. വേറെ പണിക്കൊന്നും പോകില്ല. അങ്ങോട്ട് വരുന്നു. ഞാനൊന്ന് നമ്മളോട് പ്രായമുള്ള ആളുകളല്ലേ. പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല, നമ്മളെ കൂടുതൽ പ്രായമുള്ള ആൾ ഇതാണ്. ഹരിനാരായണനാണ് പടം സംവിധാനം ചെയ്ത്. ഹരിയേട്ടൻ്റെ മോനാണ് ഗൗതം അഭിനയിച്ചത്. അവർ പ്രൊഡ്യൂസറൊക്കെ പോയപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് സിനിമയുടെ പ്രൊഡ്യൂസർ ആകേണ്ടി വന്നതാണ്. അങ്ങനെയാണ് സിനിമ കംപ്ലീറ്റ് ചെയ്തത്. എല്ലാവരും അഭിനയിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്തതെന്ന് അങ്ങനെ തോന്നാൻ പാടില്ല. നാഗേട്ടൻ്റെ മോനുള്ളിൽ കഥ സെറ്റ് ചെയ്തെന്ന് മാത്രം. ഒരു പുതുമുഖങ്ങൾക്ക് വേണ്ടി എല്ലാവരും. എന്തായാലും പണ്ട് ഞാൻ കുറെ ദിവസമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തിയേറ്ററിൽ ഭയങ്കര ഞങ്ങൾ ഓൾറെഡി ക്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഹാപ്പിയാണ്.